2021 പോവുകയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിലമ്പൂർ ഫലം ഒന്ന് ഇടകേറി പരിശോധിക്കുകയാണ്. ഏതൊക്കെ പഞ്ചായത്തുകളാണെന്ന് PV അൻവറിന്റെ വിജയത്തിൽ നിർണായകമായത്, അന്ന് BB പ്രകാശിന് വെല്ലുവിളിയായത് അല്ലെങ്കിൽ തിരിച്ചടിയായത് ഏതൊക്കെ പഞ്ചായത്തുകളാണ്, എന്താണ് 2021 സ്റ്റാറ്റസ് എന്നത് വിശദമായി പരിശോധിക്കുകയാണ് നമ്മൾ. 2021 പഞ്ചായത്തുകൾ ആർക്കൊപ്പം നിന്നു? ശരി, വഴിക്കടവാണ് നമ്മൾ ആദ്യം എടുക്കുന്ന പഞ്ചായത്ത്. 75.50 2021 വഴിക്കടവ് പഞ്ചായത്തിലെ പോളിംഗ് പെർസെന്റേജ്. BB പ്രകാശ് UDF സ്ഥാനാർത്ഥി നേടിയത് 13,436 വോട്ടുകളാണ്. PV അൻവർ LDF സ്ഥാനാർത്ഥി നേടിയത് 13,471 വോട്ടുകളാണ്. 35 വോട്ടിന്റെ നാരോ മാർജിൻ, നാരോ ഭൂരിപക്ഷം, ചെറിയ ഭൂരിപക്ഷമാണ് വഴിക്കടവിൽ നിന്ന് അന്ന് PV അൻവറിന് കിട്ടിയത്. പതിറ്റാണ്ടുകളായി UDFിനൊപ്പം നിൽക്കുന്ന ഒരു പഞ്ചായത്തായിരുന്നു വഴിക്കടവ്. പക്ഷേ വഴിക്കടവ് തിരിച്ചുപിടിക്കുന്ന ഒരു ചിത്രമാണ് കഴിഞ്ഞ കുറി 2021 നമ്മൾ കണ്ടത് LDF. ശരി, ഇനി അടുത്ത പഞ്ചായത്തിലേക്ക് പോകാം. മുത്തേടം പഞ്ചായത്ത്, മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ കോട്ട എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന മുത്തേടത്ത് എന്ത് സംഭവിക്കുന്നു നോക്കാം. 76.17% 2021 മുത്തേടം പഞ്ചായത്തിലെ പോളിംഗ്. BB പ്രകാശ് UDF സ്ഥാനാർത്ഥി നേടിയത് 8,654 വോട്ടുകൾ. PV അൻവർ LDF സ്ഥാനാർത്ഥി 6,851 വോട്ടുകൾ. 1,803 വോട്ടിന്റെ ഭൂരിപക്ഷം മുത്തേടം പഞ്ചായത്ത് BB പ്രകാശിന് നൽകിയിട്ടുണ്ട് 2021. അടുത്ത പഞ്ചായത്ത് ശരി, എടക്കരയും UDFിന്റെ ശക്തി ദുർഗമായ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ്. എന്ത് സംഭവിച്ചു 2021 എന്ന് പരിശോധിക്കുമ്പോൾ? BB പ്രകാശ് UDF സ്ഥാനാർത്ഥി 7,885 വോട്ടുകൾ. PV അൻവർ നേടിയത് 7,788 വോട്ടുകൾ. 97 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് അവിടെ അന്ന് PV അൻവറിന് ലഭിച്ചത്. അത് പക്ഷേ ശ്രദ്ധേയമാണ്. എടക്കരയും കാലങ്ങളായി UDFിനൊപ്പം നിൽക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അവിടെ PV അൻവറിന് ചെറുതെങ്കിലുമായി ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അടുത്ത പഞ്ചായത്ത് ശരി, പോത്തുകൽ പഞ്ചായത്തിന്റെ ഇക്കുറി ശ്രദ്ധേയമാക്കുന്നത് അത് LDF സ്ഥാനാർത്ഥി സ്വരാജിന്റെ ജന്മനാട് കൂടിയാണ്. പോത്തുകൽ പഞ്ചായത്തിൽ നിന്നാണ് കാര്യമായൊരു വോട്ട് വിഹിതം LDFും CPMും സ്വരാജും പ്രതീക്ഷിക്കുന്നതും. പോത്തുകൽ 2021 എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. 74.94% പോത്തുകൽ പഞ്ചായത്തിലെ പോളിംഗ്. BB പ്രകാശ് നേടിയത് 7,813 വോട്ടുകൾ. PV അൻവർ നേടിയത് 8,319 വോട്ടുകളാണ്. 506 വോട്ടിന്റെ ഭൂരിപക്ഷം 2021 പോത്തുകൽ പഞ്ചായത്ത് PV അൻവറിന് നൽകി എന്നുള്ളതാണ് ചിത്രം. ശരി, അടുത്ത പഞ്ചായത്ത് ചുങ്കത്തറയാണ്. കാലങ്ങളായി UDFിനും കോൺഗ്രസിനൊപ്പം കോട്ടയായി നിൽക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അവിടെ എന്താണ് 2021 സംഭവിക്കുന്നത് എന്ന് നോക്കിയാൽ 75.05% പോളിംഗ് ആണ് ചുങ്കത്തറയിൽ 2021 നടന്നത്. BB പ്രകാശ് നേടിയത് 10,969 വോട്ടുകൾ. PV അൻവർ നേടിയത് 10,669 വോട്ടുകൾ. നേരിയ മാർജിൻ, 300 വോട്ടിന്റെ മാത്രം ലീഡ് അവിടെ ചുങ്കത്തറയിൽ BB പ്രകാശ് ലഭിക്കുന്ന ചിത്രമാണ് 2021 കണ്ടത്. ശരി, അടുത്ത പഞ്ചായത്തല്ല, നിലമ്പൂർ നഗരസഭയിൽ കുറവ് പോളിംഗ് പെർസെന്റേജ് ആയിരുന്നു 2021 നടന്നത്. ശ്രദ്ധേയമാണ്. 72.80% മാത്രമായിരുന്നു പോളിംഗ്. BB പ്രകാശിനെ ചതിച്ചത് കഴിഞ്ഞ കുറി നിലമ്പൂർ നഗരസഭയാണ്. PV അൻവറിനെ തുണച്ചതും നഗരസഭയാണ്. 12,051 വോട്ടുകൾ പ്രകാശിന് ലഭിച്ചപ്പോൾ അൻവറിന് ലഭിച്ചത് 13,564 വോട്ടുകൾ. ഏറ്റവും വലിയ ഭൂരിപക്ഷം അൻവറിന് കൊടുത്തതും നിലമ്പൂർ നഗരസഭയാണ്. 1,513 വോട്ടിന്റെ ലീഡ്. ശരി, അടുത്ത പഞ്ചായത്ത് കരുളായി പഞ്ചായത്തും കാലങ്ങളായി ലീഗിനൊപ്പം UDFിനൊപ്പം നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. അവിടെയും PV അൻവർ ലീഡെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രകാശ് നേടിയത് 6,159 വോട്ടുകൾ. PV അൻവർ നേടിയത് 7,605 വോട്ടുകൾ. 1,446 വോട്ടിന്റെ അപ്രതീക്ഷിതമായ ലീഡ് PV അൻവറിന് കരുളായി പഞ്ചായത്തിൽ ലഭിച്ചു എന്നുള്ളതും ശ്രദ്ധേയമായ ചിത്രമാണ്. അമരമ്പലത്തേക്ക് വരാം. നിലമ്പൂർ നഗരസഭ കഴിഞ്ഞാൽ അമരമ്പലമാണ്. കഴിഞ്ഞ കുറിയും 2016 അൻവറിനെ കാര്യമായും തുണച്ചത് എന്ന് കാണാം. 77.07% പോളിംഗ് പെർസെന്റേജ്. പ്രകാശ് നേടിയത് 9,746 വോട്ടുകൾ. PV അൻവർ നേടിയത് 11,238 വോട്ടുകൾ. 1,492 ഭൂരിപക്ഷമാണ് 2021 അമരമ്പലം പഞ്ചായത്ത് PV അൻവറിന് നൽകിയത്. ശരി, അങ്ങനെ മൊത്തത്തിലുള്ള ചിത്രം പരിശോധിക്കുമ്പോൾ റൈറ്റ് നൗ ഇപ്പോൾ കൂടുതൽ പഞ്ചായത്തുകളും ഭരിക്കുന്നത് UDF ആണെങ്കിൽ കൂടിയും 2021 ചിത്രം LDFിന് വലിയൊരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ചിത്രം മാറിയിട്ടുണ്ട്. വലിയ ഭരണവിരുദ്ധ വികാരം കേരളത്തിലാകെ ഉണ്ട്, അത് നിലമ്പൂരിലുമുണ്ട് എന്നൊക്കെ UDF അവകാശവാദം പ്രകടിപ്പിക്കുമ്പോഴും ശക്തമായ മത്സരത്തിന് ഒരുങ്ങി നിൽപ്പാണ് LDF.
PV അൻവറിന് ലഭിച്ചതിനേക്കാൾ വോട്ട് ഇക്കുറി എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും പിടിക്കും എന്നാണയിടുന്നുണ്ട് CPM-ഉം എം സ്വരാജും. കാത്തിരുന്നു കാണേണ്ടത് തന്നെയാണ്. നമുക്കിനി മറ്റു ചില പ്രതികരണങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ആശാ വർക്കർമാരുടെ സമരം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുമെന്ന് ആശാ സമരസമിതി നേതാവ് MA ബിന്ദു. സമരത്തെ പിന്തുണച്ചവർക്ക് അനുകൂലമാകും തെരഞ്ഞെടുപ്പ് ഫലമെന്നും ബിന്ദു പറഞ്ഞു. ആശാ വർക്കർമാരുടെ സമരം അത് തീർച്ചയായിട്ടും നിലമ്പൂരിൽ വളരെ വലിയൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിട്ട് വരും എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അത് ഈ സമരത്തെ പിന്തുണയ്ക്കുന്നവർക്ക് അനുകൂലമായി വരട്ടെ. നമ്മുടെ സമരം വിജയിക്കണമെന്നുള്ളതല്ലേ, ആ സമരത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് അനുകൂലമായി വരട്ടെ. തീർച്ചയായും മാധ്യമ ഭാഷയാണ് പ്രവചനാതീതം എന്നത് ആ വാക്കിന് അക്ഷരാർത്ഥത്തിൽ അരക്കിട്ടുറപ്പിക്കുന്നുണ്ട്. നിലവിലെ നിലമ്പൂരിലെ സാഹചര്യം അങ്ങേയറ്റം പ്രവചനാതീതമാണ്. കാരണം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവർ കൂടി രംഗത്ത് വരുന്നതോടെ അൻവർ ഏത് മുന്നണിയുടെ ഏത് പാർട്ടിയിലെ വോട്ടുകളായിരിക്കും പിടിക്കുക, ആ പിടിക്കുന്ന വോട്ടുകൾ ആർക്ക് തുണയാകും, ആർക്ക് തിരിച്ചടിയാകും എന്നുള്ളത് കാത്തിരുന്ന് മാത്രം കാണേണ്ട സംഗതിയാണ്. എന്തായാലും